Today we have to study about production. Third chapter is production and cost. അതിൽ ആദ്യത്തെ പാർട്ടാണ് പ്രൊഡക്ഷൻ. What is production? Production is the transformation of inputs into output. ഇൻപുട്ടുകൾ, അതായത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന്, ഒരു ഉൽപാദന പ്രക്രിയയിൽ ആവശ്യമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അതിനെ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിട്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്ന, ഉൽപ്പന്നമാക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെയാണ്, ആ ട്രാൻസ്ഫോർമേഷനെയാണ്, ആ പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണുള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘടന, അങ്ങനെ 4 ഉൽപാദന ഘടകങ്ങളാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ 4 ഉൽപാദന ഘടകങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഒരു പ്രോസസ്സിലൂടെ, ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടത്തിവിട്ട് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെയാണ് എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് ട്രാൻസ്ഫോർമേഷൻ, അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്ടുകളെ, ഉൽപാദന ഘടകങ്ങളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ട്രാൻസ്ഫോർമേഷനെയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്തായിരിക്കും പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ചേഞ്ച് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. ഉൽപാദന ഘടകങ്ങളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ഫംഗ്ഷനെയാണ്, അല്ലെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്കൊരു ഫംഗ്ഷന്റെ ഫോമിൽ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? Q is equal to function of ഏതിൻ്റെയൊക്കെ ഫംഗ്ഷൻ ആണ്? ഇൻപുട്ടുകളുടെ, ഉൽപാദന ഘടകങ്ങളുടെ. അതിനെ നമുക്ക് x1, x2, x3, x4 എന്ന് പേര് കൊടുക്കാം. 4 ഉൽപാദന ഘടകങ്ങൾ: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. സാധാരണഗതിയിൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ കുറച്ച് സിമ്പിൾ ആക്കി കാണിക്കാനായിട്ട്, എപ്പോഴും എക്സ്പ്ലനേഷന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ സാധാരണഗതിയിൽ എഴുതി വെക്കാറുള്ളൂ. അപ്പൊ x1 ആൻഡ് x2. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ പറയാം? Q ഈസ് ഈക്വൽ ടു ദ ഫംഗ്ഷൻ ഓഫ് x1 ആൻഡ് x2. It is a functional relationship between inputs and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ആ ഫംഗ്ഷനെയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷണൽ റിലേഷനെയാണ്, ബന്ധത്തെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഐസോ ക്വാണ്ട്. നമുക്കറിയാം, ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ എന്ന് പറയുമ്പോൾ അയാളുടെ പരമാവധി, അല്ലെങ്കിൽ അയാളുടെ എപ്പോഴും ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? പരമാവധി ലാഭം കിട്ടുക എന്നതാണ്. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി സംതൃപ്തി കിട്ടുമ്പോഴാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൻ്റെ തിയറിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഉൽപാദകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി ലാഭം കിട്ടുക എന്നതായിരിക്കും. അപ്പോൾ ഈ ഉൽപാദകന് പരമാവധി ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പരമാവധി ഉൽപ്പന്നം കിട്ടണമല്ലോ. പരമാവധി ഔട്ട്പുട്ട് കിട്ടിയാലാണല്ലോ അയാൾക്ക് പരമാവധി ലാഭം കിട്ടുക. അപ്പോൾ പരമാവധി ഉൽപ്പന്നം കിട്ടുന്നതിന് വേണ്ടി, ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടി അയാൾക്ക് ലഭ്യമായിട്ടുള്ള 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, 2 ഉൽപാദന ഘടകങ്ങൾ, 2 ഇൻപുട്ടുകൾ ഉപയോഗിച്ച് അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന, ഉൽപ്പാദിപ്പിക്കാവുന്ന
കോമ്പിനേഷൻസ് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഐസോക്വാണ്ട് കിട്ടുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊഡ്യൂസറുടെ ഒരു പരമാവധി സംതൃപ്തി കിട്ടുന്ന, അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പരമാവധി സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ? പരമാവധി ലാഭം, പരമാവധി ഉൽപ്പന്നം. അപ്പൊ ഈ പരമാവധി ഉൽപ്പന്നം കിട്ടാവുന്ന രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ട് ഇൻപുട്ടുകൾ കൂട്ടിച്ചേർത്ത് അയാൾക്ക് കിട്ടാവുന്ന എല്ലാ കോമ്പിനേഷൻസും ഒന്നിച്ച് വരയ്ക്കുമ്പോഴാണ് നമുക്ക് ഐസോക്വാണ്ട് കിട്ടുന്നത്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഐസോക്വാണ്ട് ഈസ് the combinations of two inputs that gives maximum level of or same level of output to the producer. പ്രൊഡ്യൂസർക്ക് ഈ ഐസോക്വാണ്ടിലുള്ള എല്ലാ കോമ്പിനേഷൻസും ഒരേ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരേ അളവിലുള്ള ഉൽപ്പന്നമായിരിക്കും ലഭിക്കുന്നത്. ഈ ഐസോക്വാണ്ടിലുള്ള എല്ലാ കോമ്പിനേഷനിൽ നിന്നും ഈ ഉൽപാദകന് കിട്ടുന്നത് ഒരേ അളവിലുള്ള ഉൽപ്പന്നം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും. അങ്ങനെയുള്ള കർവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഐസോക്വാണ്ട് എന്ന് പറയുന്നത്. ഈ ഐസോക്വാണ്ടുകൾ നമുക്കറിയാം. ഐസോക്വാണ്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇൻഡിഫറൻസ് കർവിന്റെ അതേ ഷേപ്പ് തന്നെയാണ് ഐസോക്വാണ്ടിനും ഉള്ളത്. ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എന്തായിരുന്നു? കോൺവെക്സ് ടു ദ ഒറിജിൻ. അതുപോലെ തന്നെയാണ് ഈ ഐസോക്വാണ്ടിന്റെ ഷേപ്പും വരുന്നത്. നമുക്ക് വരച്ചു നോക്കാം. ഇതാണ് ഐസോക്വാണ്ട്. എക്സ് ആക്സിസിൽ നമുക്ക് ഫാക്ടർ 1, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ 2 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും എഴുതുന്നത് എന്ന് പറഞ്ഞു. അതില് ആദ്യത്തെ ഫാക്ടർ 1, ഇവിടെ നമുക്ക് ഫാക്ടർ 2. ഈ ഐസോക്വാണ്ടിന് നമുക്ക് IQ1 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഐസോക്വാണ്ടിന്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇനി ഈ ഐസോക്വാണ്ട് കൂടുതൽ എണ്ണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഒരു ഫാമിലി ഉണ്ടെങ്കിൽ, നമ്മൾ ഇൻഡിഫറൻസ് കർവ് ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെന്താണ് പഠിച്ചത്? ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഐസോക്വാണ്ടിന്റെ കുറെ എണ്ണങ്ങൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഐസോക്വാണ്ട്സ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഐസോക്വാണ്ട് മാപ്പ് എന്ന് പറയും. IQ1, IQ2, IQ3 എന്നിങ്ങനെ നമുക്ക് പേര് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്വാണ്ട് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഐസോക്വാണ്ട്. ഈ ഐസോക്വാണ്ടിന്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഈ ഐസോക്വാണ്ടിന്റെ ഫീച്ചേഴ്സും. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കി പറഞ്ഞു നോക്കിയാൽ നമുക്കറിയാം. ആദ്യത്തേത് എന്താണ്? ഫസ്റ്റ് ഫീച്ചർ കോൺവെക്സ് ടു ദ ഒറിജിൻ. ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പിൽ നിൽക്കുന്നതാണ് ഐസോക്വാണ്ട്. രണ്ടാമത്തെ ഫീച്ചർ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന വിധത്തിലാണ് ഐസോക്വാണ്ട്. മൂന്നാമത്തെ ഫീച്ചർ, നോ ടു ഐസോക്വാണ്ട്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഒരു കാരണവശാലും രണ്ട് ഐസോക്വാണ്ടുകൾ ഇന്റർസെക്ട് ചെയ്യില്ല. നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ വരച്ച് പഠിച്ചതാണ്. എങ്ങനെയായിരുന്നു? ഈ രീതിയിൽ ഒരിക്കലും വരില്ല. എപ്പോഴും ഇങ്ങനെയായിരിക്കും ഐസോക്വാണ്ട് പോകുന്നത്. No two isoquants intersect with each other. Fourth feature എന്താണ്? Higher isoquant gives higher level of output to the producer. മേലേക്ക് പോകുന്ന ഐസോക്വാണ്ടിൽ നിന്നും കൂടുതൽ അളവിലുള്ള ഔട്ട്പുട്ട് ആയിരിക്കും പ്രൊഡ്യൂസറിന് ലഭിക്കുന്നത്. അപ്പോൾ IQ1 കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അളവ് ഔട്ട്പുട്ട് IQ2 നിന്നും കിട്ടും. IQ2 IQ1
കൂടുതൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നത് IQ3യിൽ നിന്ന് ആയിരിക്കും. ഇത് നാലുമാണ് ഐസോക്വാണ്ടിന്റെ പ്രോപ്പർട്ടീസ്, അതല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ. ആദ്യത്തേത്, ഐസോക്വാണ്ട് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പിലാണ് ഐസോക്വാണ്ട് നിൽക്കുന്നത്. ഐസോക്വാണ്ട് ഈസ് ഡൗൺവാർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് താഴേക്ക് ചെരിഞ്ഞു നിൽക്കുന്നതാണ് ഐസോക്വാണ്ട്. തേർഡ്, ഹയർ ഐസോക്വാണ്ട് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടു ദ പ്രൊഡ്യൂസർ. മേലേക്ക് നിൽക്കുന്ന ഐസോക്വാണ്ട് കൂടുതൽ അളവ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസർക്ക് നൽകുന്നതാണ്. ലാസ്റ്റ് വൺ, നോ ടു ഐസോക്വാണ്ട്സ് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. ഒരു കാരണവശാലും രണ്ട് ഐസോക്വാണ്ടുകൾ ഇന്റർസെക്ട് ചെയ്ത് പോവില്ല, പകരം ഈ രീതിയിലായിരിക്കും ഇത് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. പ്രൊഡക്ഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓർ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. ഇൻപുട്ടുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ആ ട്രാൻസ്ഫോർമേഷൻ പ്രക്രിയയാണ്, മാറ്റത്തിന്റെ പ്രക്രിയയാണ്, പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരേ ലെവല് ഔട്ട്പുട്ട് കൊടുക്കുന്ന എല്ലാ കോമ്പിനേഷൻസും, ഇൻപുട്ടുകളുടെ എല്ലാ കോമ്പിനേഷൻസും കൂട്ടിച്ചേർത്ത് വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഐസോക്വാണ്ട് കിട്ടുന്നത്. ഐസോക്വാണ്ടുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ്, ഫാമിലിയെയാണ് ഐസോക്വാണ്ട് മാപ്പ് എന്ന് പറയുന്നത്. ഇനി 4 ഫീച്ചേഴ്സും പഠിച്ചു, ഐസോക്വാണ്ടിന്റെ 4 ഫീച്ചേഴ്സും. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രൊഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ എന്താ, ഷോർട്ട് റൺ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, വളരെ ചുരുങ്ങിയ സമയം മാത്രം പ്രൊഡ്യൂസറുടെ മുന്നിലുള്ളൂ എന്നുള്ള അവസ്ഥയെയാണ് ഷോർട്ട് റൺ എന്ന് പറയുന്നത്. 2-3 മാസം മാത്രം ഉള്ള കാലഘട്ടത്തെയാണ് സാധാരണഗതിയിൽ ഷോർട്ട് റൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ഓഫ് ടൈം, ഇഷ്ടംപോലെ സമയമുണ്ട് പ്രൊഡ്യൂസർക്ക് അയാളുടെ തീരുമാനങ്ങൾ മാറ്റാനും അതിനനുസരിച്ച് സാഹചര്യങ്ങൾ മാറ്റാനും ഒക്കെ ഇഷ്ടംപോലെ സമയം ഉള്ളതിനെയാണ് ലോങ് റൺ അതല്ലെങ്കിൽ ലോങ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഷോർട്ട് റണ്ണിന്റെ അല്ലെങ്കിൽ ഹ്രസ്വ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഹ്രസ്വ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടീച്ചർ ആദ്യമേ പറഞ്ഞു, വളരെ ചുരുങ്ങിയ സമയം മാത്രമേ പ്രൊഡ്യൂസറുടെ മുന്നിൽ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത്, 4 ഉൽപാദന ഘടകങ്ങളാണ് ഉള്ളത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ ഷോർട്ട് റണ്ണിൽ, ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ, ഹ്രസ്വ കാലഘട്ടത്തിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴെപ്പോഴും കൂടുതൽ അളവ് ആക്കാനോ കുറയ്ക്കാനോ, അതായത് അളവിൽ കൂടുതൽ മാറ്റം വരുത്താനോ കുറയ്ക്കാനോ ഒക്കെ സാധിക്കുന്നത് ലേബറിൽ മാത്രമാണ്, തൊഴിലിൽ മാത്രമാണ്. അതല്ലാതെ ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഈ 3 ഉൽപാദന ഘടകങ്ങളും അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. നമുക്കറിയാം ഷോർട്ട് റൺ ആവുമ്പോൾ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പൊ ലാഭം കൂട്ടണമെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം, ഉൽപാദകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഉൽപാദന ഘടകങ്ങളുടെ അളവ് കൂട്ടണം. അപ്പൊ ഉൽപാദന ഘടകങ്ങളുടെ അളവ് കൂട്ടാനായിട്ട് അയാൾക്ക് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ലേബറുടെ അളവിൽ മാത്രമേ മാറ്റം വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ബാക്കി 3 ഉൽപാദന ഘടകങ്ങളും ഏതൊക്കെ, ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 3 ഉൽപാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്താനായിട്ട് പെട്ടെന്ന് അയാൾക്ക് സാധിക്കില്ല. അപ്പൊ ഷോർട്ട് റണ്ണില്
വേരിയബിൾ ഫാക്ടറായിട്ട്, ചേഞ്ചബിൾ ഫാക്ടറായിട്ട് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേതാണ്? ലേബറാണ്. തൊഴിലാളി അല്ലെങ്കിൽ തൊഴിലാണ് എണ്ണം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടോ ഒക്കെ പെട്ടെന്ന് മാറ്റം വരുത്താനായിട്ട് ഷോർട്ട് റണ്ണിൽ സാധിക്കുന്നത്. അപ്പൊ ഷോർട്ട് റണ്ണിൽ ഒരൊറ്റ വേരിയബിൾ ഫാക്ടറേ ഉള്ളൂ, അതാണ് ലേബർ. മറ്റു 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും, ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, 3 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ആണ്, മാറ്റമില്ല. അപ്പോൾ ഷോർട്ട് റണ്ണിൽ 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഏതൊക്കെ? വേരിയബിൾ ഫാക്ടർ, ദാറ്റ് ഈസ് ലേബർ, ആൻഡ് ഫിക്സഡ് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇനി ലോങ് റൺ ആണെങ്കിലോ? ലോങ് റൺ എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ഓഫ് ടൈം, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വേരിയബിൾ ഫാക്ടർ എന്നോ ഫിക്സഡ് ഫാക്ടർ എന്നോ ഒരു വ്യത്യാസവും ഇല്ല. പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാക്ടേഴ്സ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വേരിയബിൾ ഫാക്ടർ എന്നോ ഫിക്സഡ് ഫാക്ടർ എന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ലോങ് റൺ ആണ് എങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. ഷോർട്ട് റണ്ണിലാണെങ്കിലോ ഒരൊറ്റ ഫാക്ടർ മാത്രമേ വേരിയബിൾ ഫാക്ടർ ഉള്ളൂ, അതേതാണ്? ലേബർ ആണ്. ഇതാണ് പ്രധാനമായിട്ടും ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഒറ്റ കാര്യം മനസ്സിൽ വന്നാൽ മതി. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ ഫാക്ടറേ ഉള്ളൂ, ലേബർ. ലോങ് റൺ എന്ന് പറഞ്ഞാൽ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ആദ്യത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.